നമസ്കാരം. നാട്ടിൻപുറത്തിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ഇത്തവണ നാട്ടിൻപുറം തുടങ്ങുന്നത് ന്യൂസ് 18 കേരളം ആലപ്പുഴ ബ്യൂറോയിലെ ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരി പകർത്തിയ ദൃശ്യങ്ങളോടെയാണ്. ഇന്ത്യൻ റെഡ് ബഗ് എന്നറിയപ്പെടുന്ന പ്രാണിയുടേതാണ് ഈ ദൃശ്യങ്ങൾ. ചുവപ്പും കറുപ്പും നിറത്തിലുള്ള ഇവ പല പ്രദേശങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. സ്കൂൾ തുറന്ന സമയമാണ്. വിദ്യാർത്ഥികളെ ആകർഷിക്കാനും വരവേൽക്കാനുമായി സ്കൂൾ അധികൃതർ നിരവധി കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിശേഷങ്ങളിലേക്കാണ് ഇനി. സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ നിറമുള്ള ഒരുക്കങ്ങളുമായി കാത്തിരിക്കുകയാണ് വയനാട്ടിലെ ഒരു സ്കൂൾ. നെന്മേനി പഞ്ചായത്തിലെ ആനപ്പാറ ഗവൺമെന്റ് സ്കൂളിലാണ് പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്കായി അറിവും ആനന്ദവും പകരുന്ന കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ളത്. വയനാട് ചുള്ളിയോട് ആനപ്പാറ സ്കൂളിൽ പുതിയ അധ്യയന വർഷമെത്തുന്ന കുട്ടികൾക്കായി നിരവധി കൗതുക കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തണൽ മരങ്ങൾക്ക് കീഴെ ചൂളം വിളിച്ച് പായാനൊരുങ്ങി നിൽക്കുന്ന തീവണ്ടി, അത്ഭുത കാഴ്ചയായി ഗുഹ, ഊഞ്ഞാലുകളും പുൽത്തകടികളും അണ്ണാറക്കണ്ണനും കിടാവും നാട്ടുമാവും എല്ലാം സജ്ജം. വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായാണ് അധ്യാപകർ, രക്ഷിതാക്കൾ, നാട്ടുകാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, മറ്റ് സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെ സ്കൂൾ ഇങ്ങനെ വർണ്ണാഭമാക്കിയത്. ഇപ്പോൾ ഈ അടച്ചിട്ട മുറികളിൽ കുട്ടികൾ റിബലായി വളരുന്നതിന് പകരം ഈ 2 വയസ്സും 3 അല്ലെങ്കിൽ 3 വയസ്സും 4 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ ധാരാളം കളിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ നമ്മൾ വളരെ തുറന്നു വിടുക, അതായത് കിളികളെ പോലെ പറന്ന് ഉല്ലസിച്ച് പഠിക്കുക. അപ്പോൾ അതിനു വേണ്ടി ഒരു സംവിധാനമായിരുന്നു. ഇക്കുറി SSLC പരീക്ഷയിൽ 100% വിജയവും ആനപ്പാറ ഹൈസ്കൂൾ നേടിയിരുന്നു. വ്യത്യസ്ത ക്ലാസ് റൂമിനപ്പുറം വ്യത്യസ്ത ഇടങ്ങളിലായി പുറത്തുനിന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വിവിധ ഇടങ്ങളിലായി കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ മുഴുവൻ വികസനത്തിനും വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് 18 വയനാട്. ഇനി ഒരു സ്കൂളിലെ സൂര്യകാന്തി വസന്തം കാണാം. പത്തനംതിട്ട അടൂർ പഴകുളം KVUP സ്കൂളിലാണ് കുട്ടികളെ വരവേൽക്കാൻ സൂര്യകാന്തി കാഴ്ച ഒരുങ്ങിയത്. 40 സെന്റ് സ്ഥലത്ത് കുട്ടികളും അധ്യാപകരുമാണ് സൂര്യകാന്തി കൃഷി ചെയ്തത്. ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. സ്കൂൾ മുറ്റം നിറയെ സൂര്യകാന്തി പൂക്കളാണ് പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികളെ കാത്തിരിക്കുന്നത്. സ്കൂളിന്റെ ഉടമസ്ഥതയിലുള്ള 40 സെന്റ് സ്ഥലത്താണ് 1000-ഓളം സൂര്യകാന്തി ചെടി കൃഷി ചെയ്യുന്നത്. സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കൃഷിക്കൂട്ടം പദ്ധതിയിലാണ് കൃഷി. കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലുള്ള കൂട്ടായ അധ്വാനത്തിലാണ് മനോഹരമായ സൂര്യകാന്തിപ്പാടം യാഥാർത്ഥ്യമായത്. കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. ഇപ്പോഴത്തെ തലമുറ ശരിക്കും പറഞ്ഞാൽ മണ്ണിനെയും മനുഷ്യനെയും എല്ലാം മറന്നുകൊണ്ട് ജീവിക്കുന്നൊരു തലമുറയാണ്. അപ്പം നമ്മുടെ സ്കൂളിലെ കുട്ടികളെ പരമാവധി ഒരു നല്ല സംസ്കാരം വളർത്തിയെടുക്കുക, അതുപോലെ കൃഷി ഒരു സംസ്കാരമായി കാണാനുള്ള മനസ്സ് അവരിലുണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് കൃഷിക്കൂട്ടം പദ്ധതി ഈ വർഷം ഈ സൂര്യകാന്തി കൃഷി ഒരു 40 സെന്റ് സ്ഥലത്ത് ഇവിടെ ആരംഭിച്ചത്. തമിഴ്നാട്ടിലും വടക്കേ ഇന്ത്യയിലും മാത്രം കണ്ടുവരുന്ന സൂര്യകാന്തി
നാട്ടിൻപുറങ്ങളിൽ സാധാരണമല്ലാത്തതിനാൽ നിരവധി പേരാണ് പൂക്കൾ കാണാനും ഫോട്ടോ എടുക്കുന്നതിനുമായി ഇപ്പോൾ സ്കൂളിലെത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഓൺലൈനായി വിത്തെത്തിച്ചാണ് കൃഷി തുടങ്ങിയത്. നമ്മൾ ഓൺലൈനായി എത്തിച്ച ഈ അരി ഉപയോഗിച്ച് അതിൻ്റെ സീഡ് ഉപയോഗിച്ചാണ് കൃഷി ചെയ്തത്. PTA-യുടെയും എല്ലാ വിഭാഗം ആളുകളുടെയും ഒക്കെ സഹകരണത്തോടുകൂടി കുട്ടികൾ മുൻകൈയെടുത്താണ് ഈ പദ്ധതികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും വൈവിധ്യമാർന്ന കൃഷിരീതികളാണ് കൃഷിക്കൂട്ടം പദ്ധതിയിലൂടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 3 വർഷമായി UP വിഭാഗത്തിൽ തിരുവല്ല ഡയറ്റിന്റെ ജില്ലയിലെ മികച്ച വിദ്യാലയത്തിനുള്ള അംഗീകാരവും അടൂർ പഴകുളം KVUP സ്കൂളിനെ തേടിയെത്തിയിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. അവധിക്കാലം അവസാനിക്കാറായതോടെ കേരള തമിഴ്നാട് അതിർത്തിയിലെ മുന്തിരിപ്പാടങ്ങളിൽ സഞ്ചാരികളുടെ തിരക്കാണ്. ഇടതൂർന്ന് പഴുത്ത് തുടുത്തു നിൽക്കുന്ന മുന്തിരിത്തോട്ടങ്ങൾ കടുത്ത വേനൽ ചൂടിലും കുളിർമയേകുന്ന കാഴ്ചയാണ്. അതിർത്തി പട്ടണമായ കമ്പത്തോട് ചേർന്ന് കിടക്കുന്ന ഗൂഡല്ലൂർ, ചുരുളിപ്പട്ടി, തേവർപ്പട്ടി, KK-പട്ടി തുടങ്ങിയ ഗ്രാമങ്ങളിലാണ് മുന്തിരി കൃഷി കൂടുതലായുള്ളത്. തേക്കടിയുടെ, മൂന്നാറിന്റെയും രാമക്കൽമേടിന്റെയും കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും മുന്തിരിത്തോട്ടങ്ങൾ സന്ദർശിച്ചാണ് മടങ്ങുക. കറുത്ത മുന്തിരിയാണ് തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിൽ കൂടുതലായും കൃഷി ചെയ്യുന്നത്. നവംബർ, ഡിസംബർ മാസമാണ് പ്രധാന വിളവെടുപ്പ് കാലം. വർഷത്തിൽ 4 തവണ വിളവെടുക്കും. നിലവിൽ മിക്ക തോട്ടങ്ങളിലും വിളവെടുപ്പ് പൂർത്തിയാക്കി അടുത്ത കൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. സാഹസിക സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് വയനാട് ബ്രഹ്മഗിരി. നോർത്ത് വയനാട് വനം ഡിവിഷന്റെ പരിധിയിൽ തിരുനെല്ലി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ പ്രദേശം. നാട്ടിൻപുറത്തിൽ ഇനി ബ്രഹ്മഗിരിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 5276 അടി ഉയരത്തിലാണ് ബ്രഹ്മഗിരി. കേരളത്തിലും കർണാടകത്തിലുമായാണ് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ ഈ മലനിരകളുടെ കിടപ്പ്. പച്ചപ്പും കോടമഞ്ഞും സഞ്ചാരികളെ ആകർഷിക്കുന്നു. ഒക്ടോബർ മുതൽ മെയ് വരെയാണ് വിനോദസഞ്ചാരികളുടെ സീസൺ. ഈ മലയുടെ മണ്ടയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്നതെല്ലാം ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ വേറെ തന്നെ ഒരു ഭംഗിയാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഒരു സൈഡിൽ നിന്ന് അപ്പുറം സൈഡിൽ നോക്കുമ്പോൾ കുടക് ജില്ലയിലെ കുട്ട ഗ്രാമം കാണാം. അതുപോലെ മറ്റ് സൈഡിലെ തോൽപ്പെട്ടി വനം കിടക്കുന്നത് കാണാം. മാനന്തവാടിയിൽ നിന്ന് 29 കിലോമീറ്റർ അകലമുണ്ട് ഇവിടേക്ക്. വനങ്ങളും പുൽമേടുകളും ചെരുവുകളും നിറഞ്ഞ വഴിയിലൂടെ വേണം 4 കുന്നുകൾ കയറിയിറങ്ങി ഇവിടെ എത്താൻ. 5 പേരടങ്ങുന്ന സംഘത്തിന് 2355 രൂപയും അധികം വരുന്ന ഓരോ ആൾക്കും 375 രൂപയുമാണ് എൻട്രി ഫീസ്. വിദേശികൾക്ക് 3100 രൂപയാകും. പരിശീലനം ലഭിച്ച ഗൈഡിന്റെ സേവനവും വനം വകുപ്പ് ലഭ്യമാക്കുന്നുണ്ട്. ന്യൂസ് 18 വയനാട്. ഇനി കാണാൻ പോകുന്നത് വയനാട്ടിൽ നിന്ന് വൈറലായ ഒരു സേവ് ദ ഡേറ്റിന്റെ വീഡിയോയാണ്. പണിയ ഭാഷയിൽ ഞങ്ങളാ കല്യാണാഞ്ചു എന്ന പേരിൽ തയ്യാറാക്കിയ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത്. ന്യൂസ് പീപ്പിൾ എന്ന ഓൺലൈൻ മാധ്യമ സ്ഥാപന ഉടമയായ അവനീതിനായി സുഹൃത്തുക്കളാണ് വീഡിയോ തയ്യാറാക്കിയത്. വൈറലായ വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക്. പണിയ ഭാഷയിൽ ഞങ്ങളുടെ കല്യാണം എന്നാണ് വീഡിയോയുടെ ടൈറ്റിലായ നങ്കള കല്യാണാഞ്ചുവിന്റെ അർത്ഥം. ഗോത്രവിഭാഗമായ പണിയ സമുദായത്തിലെ തനതാചാരങ്ങൾ ഉൾപ്പെടുത്തിയാണ് വീഡിയോ തയ്യാറാക്കിയത്. ഗോത്രവിഭാഗങ്ങളിൽ നിന്ന് പുറത്തുള്ളവർക്ക് പരിചിതമല്ലാത്ത ആചാരങ്ങളാണ് അവനീതിന്റെയും അഞ്ജലിയുടെയും സേവ് ദ ഡേറ്റ് വീഡിയോയ്ക്ക് ശ്രദ്ധ നേടിക്കൊടുത്തത്. പണിയ സമുദായത്തിന്റെ തനതാചാരങ്ങൾ പലതും അന്യം നിന്നു പോകുന്ന സാഹചര്യത്തിലാണ് ഇവ ഉൾപ്പെടുത്തിയ വീഡിയോ ഒരുക്കിയത്. ആളുകളിലേക്ക് ആചാരങ്ങൾ മടക്കിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യവും അവനീതിനും സുഹൃത്തുക്കൾക്കുമുണ്ട്. ഈ ഒരു സേവ് ദ ഡേറ്റ് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത് എൻ്റെ അമ്മമ്മയൊക്കെ പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ കഥ പറഞ്ഞു തരുമായിരുന്നു. അവരെ കല്യാണം ഇങ്ങനെയായിരുന്നു, ഇതുപോലെയാണ്, പഴയ ആചാരങ്ങളൊക്കെ വെച്ചിട്ടാണ് കല്യാണം നടത്തിയതെന്നൊക്കെ.
ഇപ്പം ഞങ്ങളുടെ ഒരു പുതിയൊരു തലമുറ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒന്നും ആരും ചെയ്യാതെയായി. അപ്പം അതിൽ നിന്നൊരു വ്യത്യസ്തമായൊരു സാധനം ചെയ്യണമെന്ന് എനിക്ക് പണ്ട് പോലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് എൻ്റെ ഓഫീസിലുള്ള രാജിത്തേട്ടൻ്റെ അടുത്താണെങ്കിലും പ്രശാന്തേട്ടൻ്റെ അടുത്താണെങ്കിലും പ്രതുലേട്ടൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും ഞാൻ ഈ കാര്യം അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തത്. ഗോത്രാചാരങ്ങൾ മാത്രമല്ല, തനത് വേഷവിധാനങ്ങളുമായാണ് വരനും വധുവും ബന്ധുക്കളും വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത്. കാടിന്റെയും കാവുകളുടെയും പശ്ചാത്തലത്തിൽ തുടിയും ചീനിയും ഉപയോഗിച്ചുള്ള വാദ്യമേളങ്ങളോടെയൊക്കെ സാന്നിധ്യത്തിലാണ് ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്. മാർച്ച് 29-നാണ് വെള്ളമുണ്ട സ്വദേശിയായ അവനീതിന്റെയും ചീരാൽ സ്വദേശിയായ അഞ്ജലിയുടെയും വിവാഹം. ന്യൂസ് 18 വയനാട്. അനുഷ്ഠാന കലകൾ ചരിത്രവും സംസ്കാരവും എല്ലാമായി ഇഴചേർന്നതായിരിക്കും എപ്പോഴും. അത്തരത്തിലൊന്നാണ് ഐവർ കളി. പമ്പയുടെ തീരത്തെ മലയരയരും വള്ളുവനാട്ടിലെ ചില സമുദായക്കാരുമാണ് കാളീചരിതം പ്രതിപാദിക്കുന്ന ഐവർ കളി അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം മലയരയ മഹാസഭയുടെ സാംസ്കാരികോത്സവത്തോടനുബന്ധിച്ചായിരുന്നു ഐവർ കളി അവതരണം നടന്നത്. കാളിഭക്തനായ കർണനെ പാണ്ഡവർ വധിച്ചതറിഞ്ഞ രൗദ്രവേഷം പൂണ്ട് പാണ്ഡവരെ നശിപ്പിക്കാൻ പുറപ്പെട്ട ഭദ്രകാളിയെ തൃപ്തിപ്പെടുത്താൻ ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് അനുഷ്ഠാന കലയായ ഐവർ കളി എന്നാണ് ഐതിഹ്യം. കാളികോപം തിരിച്ചറിഞ്ഞ ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരെ വരുത്തി ദേവിയെ സ്തുതിച്ച് പാട്ടുപാടിക്കളിച്ച് പ്രീതി നേടണം എന്ന് നിർദ്ദേശിച്ചു. ശ്രീകൃഷ്ണൻ തന്നെ നടുവിൽ വിളക്കായി നിന്നുകൊണ്ട് പാട്ടുപാടിക്കൊടുത്ത് പാണ്ഡവന്മാരെ കളിപ്പിച്ചു. ഇതിൻ്റെ ഫലമായി ദേവി പ്രസാദിച്ച് പാണ്ഡവന്മാരെ അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം. ഭദ്രകാളി സ്തുതിക്ക് പുറമെ ശ്രീകൃഷ്ണ ചരിതവും രാമായണവും ഐവർ കളിപ്പാട്ടിന് വിഷയമാകാറുണ്ട്. നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ച മലയരയ മഹാസഭയുടെ സാംസ്കാരികോത്സവത്തോടനുബന്ധിച്ചാണ് ഐവർ കളി അവതരിപ്പിച്ചത്. വൃത്താകൃതിയിൽ മുളകൊണ്ട് നിർമ്മിച്ച് പനയോല മേഞ്ഞ് കുരുത്തോല കൊണ്ട് തോരണം തൂക്കി അലങ്കരിച്ച പന്തലിന് കീഴിലായിരുന്നു ഐവർ കളി അരങ്ങേറിയത്. ഗുരുക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ ചുവടുകളും കൈമുദ്രകളും തലമുറകളായി കൈമാറി വന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ കീർത്തനങ്ങളും അഭ്യസിച്ചതിന് ശേഷമാണ് കൊച്ചുകുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള കളിക്കാർ തട്ടിലേറുന്നത്. പരമ്പരാഗതമായി ഐവർ കളി പരിശീലിപ്പിക്കുന്ന മുണ്ടക്കയം സ്വദേശി അയ്യപ്പദാസും ശിഷ്യന്മാരുമാണ് നാടുകാണിയിലെത്തി കലാരൂപം അവതരിപ്പിച്ചത്. അവര് വനത്തിലൂടെ വന്നപ്പോൾ ആദിവാസികളെ കണ്ടുമുട്ടി അവരുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ഈ ഐവർ കളികൾ തലമുറകളായിട്ട് ഇങ്ങനെ പകർന്നു വന്നുകൊണ്ടിരിക്കും. അത് ഞങ്ങളിപ്പോഴും കാട്ടിൽ നിന്നുള്ളത് നാട്ടിലേക്ക് വന്നപ്പോഴും ആ കലകൾക്കൊന്നും മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അത് അതുപോലെ തന്നെ അന്വേഷിച്ച് എഴുതിരിയിട്ട വിളക്കിനു മുന്നിൽ നാക്കിലയിൽ അരി, പൂവ്, നാളികേരം എന്നിവ വച്ച് പ്രാരംഭ ചടങ്ങെന്നോണം വിളക്കിനെ വന്ദിച്ച് തൊഴുകൈയോടെയാണ് പ്രത്യേക വേഷത്തിലെത്തിയ കളിക്കാർ ചുവടുവെക്കുന്നത്. ഇടുക്കി ജില്ലയിൽ ആദ്യമായാണ് ഇത്തരമൊരു കളി അവതരണം നടന്നത്. ന്യൂസ് 18 ഇടുക്കി. നാട്ടിൻപുറത്തിൽ ഒരു ഇടവേള. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ആലപ്പുഴ മങ്കൊമ്പ് ദേവീക്ഷേത്രം പുനർനിർമ്മിക്കുകയാണ്. മഴക്കാലങ്ങളിൽ വെള്ളപ്പൊക്കം പതിവാണിവിടെ. അതുകൊണ്ട് 6 അടിയോളം അതേപടി ഉയർത്തിയാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷേത്ര സമുച്ചയം 400 ജാക്കികൾ ഉപയോഗിച്ചാണ് ഉയർത്തിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് മങ്കൊമ്പ് ദേവി ക്ഷേത്രം. തെക്കേക്കര, നാട്ടയം, പുന്നക്കുന്നുശ്ശേരി, പുളിങ്കുന്ന, ചതുർത്ഥ്യാകരി, കോട്ടഭാഗം, മങ്കൊമ്പ എന്നീ 7 കരകളുടെ ക്ഷേത്രം. വെള്ളപ്പൊക്കം കുട്ടനാടിനെ ബാധിക്കുമ്പോഴെല്ലാം ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടിരുന്നു. 2018 പ്രളയം ക്ഷേത്രത്തെ മുക്കിക്കളഞ്ഞു. നിത്യപൂജകൾ മുടങ്ങി. അതോടെ
കരക്കാർ ഒന്നടങ്കം പുനർനിർമ്മാണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. 2018 പ്രളയത്തിന് ശേഷം നിരന്തരമായിട്ട് ഇങ്ങനെ ഇത് കൂടുതലായിട്ട് ഇങ്ങനെ വെള്ളത്തിന്റെ ശല്യവും പല ദിവസങ്ങളിൽ അമ്പലം തുറക്കാതെ വരികയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ജീവനക്കാർക്ക് ബുദ്ധിമുട്ട്, നാട്ടുകാർക്ക് തൊഴാൻ വരാനുള്ള ബുദ്ധിമുട്ട്, അമ്പലത്തിലെ ചടങ്ങുകൾ നടത്താനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ ആയിട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഈ തനിമ നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെ നമ്മൾ ക്ഷേത്രം ഉയർത്തുന്ന ഒരു സംവിധാനം ഉണ്ടെന്നും അങ്ങനെ അവരുമായിട്ട് അങ്ങനെയുള്ള ആൾക്കാരോട് ബന്ധപ്പെടുകയും 2 ദിവസം നീണ്ടുനിന്ന ദൈവപ്രശ്നത്തിൽ ക്ഷേത്രം രൂപഭേദം വരുത്താതെ നിലനിർത്തണമെന്നായിരുന്നു കണ്ടെത്തൽ. അതോടെയാണ് ജാക്കി ഉപയോഗിച്ച് ഉയർത്തുന്ന പുതിയ നിർമ്മാണ രീതിയിലേക്ക് കടന്നത്. ഈ വിവരം നമ്മുടെ ദേവസ്വം ബോർഡിനെ അറിയിക്കുകയും ദേവസ്വം ബോർഡ് അത് കോടതിയെ അറിയിച്ചിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുമതിയോട് കൂടിയിട്ട് നമുക്ക് ഈ പ്രവൃത്തി ചെയ്യാനുള്ള അനുമതി ലഭ്യമായത് അങ്ങനെയാണ്. ആദ്യം ജാക്കികൾ ഉപയോഗിച്ച് ശ്രീകോവിലും നമസ്കാര മണ്ഡപവും ഉയർത്തി. 2022 ഏപ്രിൽ തുടങ്ങിയ നിർമ്മാണം ഫെബ്രുവരിയോടെ പൂർത്തിയായി. പിന്നീട് ചുറ്റമ്പലം ഉയർത്തുക എന്നതായിരുന്നു അടുത്ത ശ്രമം. ചുറ്റമ്പലത്തിന്റെ അടിത്തറ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്താനായി 2 മാസത്തോളം എടുത്തു. ഭാരം കുറയ്ക്കുന്നതിനായി അകത്തു നിന്നുള്ള ചെങ്കൽ ഭിത്തി പൊളിച്ചു മാറ്റി. 8 ടൺ ഭാരം വഹിക്കുന്ന 400 ജാക്കികൾ ഉപയോഗിച്ച് 20 ദിവസത്തെ പ്രയത്നഫലമായാണ് ഈ കാണുന്ന രീതിയിൽ ക്ഷേത്രം ഉയർത്തിയത്. കൃഷ്ണശിലയിൽ തീർക്കണം എന്നുള്ളൊരു അഭിപ്രായം വന്നു. അപ്പോൾ ആ വെട്ടുകല്ല് മാറ്റിയിട്ട് കൃഷ്ണശിലയിൽ തീർക്കാനുള്ള വേണ്ടിയിട്ട് ആ വെട്ടുകല്ല് ആദ്യം പൊളിച്ചു മാറ്റുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീകോവിൽ ഉയർത്തുന്ന നടപടി ആരംഭിച്ചു. കഴിഞ്ഞ് നമസ്കാര മണ്ഡപം ഉയർത്തുന്ന നടപടി ആരംഭിച്ചു. അതിനുശേഷമാണ് ഈ ചുറ്റമ്പലത്തിൻ്റെ ഉയർത്തൽ പരിപാടിയായത്. അതിപ്പോൾ ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെവശമൊക്കെ ബലപ്പെടുത്തുക എന്നുള്ള ചടങ്ങുകൾ മാത്രമാണ് ഇനി അതിനെ സംബന്ധിച്ച് നടക്കാനുള്ളത്. ഒറ്റ ദിവസം കൊണ്ടാണോ ഇത് ഉയർത്തിയത്? എങ്ങനെയാണ്? അല്ലല്ല, കുറേശ്ശെ ആയിട്ട് ഉയർത്തി ഉയർത്തുന്ന ഒരുമിച്ചാ പൊങ്ങി ഉയർന്നുകൊണ്ടിരിക്കുന്നു. അത് ഓരോ അരയടി അങ്ങനെയൊക്കെ. പൈലിംഗിൽ അടിത്തറ ഉറപ്പിച്ച ശേഷം ചുറ്റമ്പലത്തിന്റെ കൃഷ്ണശില ഉപയോഗിച്ചുള്ള മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കും. പണി പൂർത്തിയായാൽ ക്ഷേത്രമുറ്റവും 6 അടി ഉയരത്തിൽ ഉയർത്തും. ഇതിനായുള്ള മണ്ണ് നൽകുക ദേവസ്വം ബോർഡിന് കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളാണ്. ഇതിനോടൊപ്പം ക്ഷേത്ര പടിപ്പുരയും ആനക്കൊട്ടിലും ഉയർത്തും. പുനർനിർമ്മാണ ഭാഗമായി ഊരിമാറ്റിയ കൊടിമരം പച്ചമരുന്നുകളാൽ തയ്യാറാക്കിയ എണ്ണത്തോണിയിൽ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തായി സൂക്ഷിച്ചിരിക്കുന്നതും കൗതുകമാണ്. ഏഴ് കരകൾക്ക് പുറമെ നിരവധി ആളുകളുടെയും സഹായത്തോടെ 4.5 കോടി മുടക്കിയാണ് പുനർനിർമ്മാണം. മേടമാസത്തിലെ വിഷുനാളിലാണ് ക്ഷേത്രോത്സവത്തിന് കൊടി കയറുക. അതിനു മുമ്പ് വരുന്ന ഡിസംബറിൽ പണി പൂർത്തീകരിക്കുക എന്നതാണ് ലക്ഷ്യം. ചരിത്രവും വിശ്വാസവും സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ കുട്ടനാടൻ അതിജീവനത്തിന്റെ നേർക്കാഴ്ച കൂടിയാണ് മങ്കൊമ്പ് ക്ഷേത്രത്തിന്റെ ഈ നിർമ്മാണം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വിശുദ്ധ ഖുർആൻ സ്വന്തം കൈപ്പടയിൽ മനോഹരമായി എഴുതി പൂർത്തീകരിച്ചിരിക്കുകയാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ തങ്കയത്തെ അസ്ലഹ സിദ്ദിഖ്. അറബിക് കാലിഗ്രഫിയിൽ പരിശീലനം നേടിയിട്ടുള്ള അസ്ലഹ 6 മാസങ്ങൾ കൊണ്ടാണ് ഖുർആൻ എഴുതി പൂർത്തിയാക്കിയത്. സ്വന്തം കൈപ്പടയിൽ ഖുർആൻ എഴുതി പൂർത്തിയാക്കണമെന്നത് അസ്ലയുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു. 1.5 വർഷം കൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയ അസ്ല
6 മാസം കൊണ്ട് ഖുറാൻ എഴുതി പൂർത്തീകരിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷമായിരുന്നു ഖുറാൻ മുഴുവൻ പഠിക്കുക എന്നുള്ളത്. അപ്പം അൽഹംദുലില്ലാഹ് 1.5 വർഷം കൊണ്ട് എനിക്കതിന് സാധിച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം എനിക്ക് വന്ന വേറൊരു വലിയൊരു ഡ്രീമാണ് ഖുറാൻ ഫുള്ളും എൻ്റെ കൈ കൊണ്ട് എഴുതി തീർക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് അത് അൽവർദയിലെ ഉസ്താദിനെ അറിയിച്ചപ്പോൾ അത് പൂർണ്ണ സപ്പോർട്ട് തന്നു. ഒരുപാട് ടീച്ചർമാരുടെ ഭാഗത്തായിട്ടും ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നാലും ഫാമിലീൻ്റെ ഭാഗത്തു നിന്നാലും വലിയ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6 മാസം കൊണ്ട് വിശുദ്ധ ഖുർആൻ മുഴുവനായിട്ടും എഴുതി തീർക്കാൻ എനിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹം കൊണ്ട് സാധിച്ചു. അച്ചടിയെ വെല്ലുന്ന രീതിയിലാണ് കൈപ്പടയിൽ എഴുതിയ വരികൾ. ചെറുവത്തൂർ കൈതക്കാട് അൽവർദ വനിതാ കോളേജിലെ മഹ്ദിയ 3ാം വർഷ വിദ്യാർത്ഥിനിയും ആദ്യ വർഷ ബിരുദ വിദ്യാർത്ഥിനിയുമാണ് അസ്ല. കേവലം 6 മാസം കൊണ്ട്, അതിൽ തന്നെ അവസാനത്തെ 15 പാർട്ട് കേവലം 20 ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്ന രീതിയിൽ ഖുർആൻ 30 ജുസും സ്വന്തം കൈപ്പടയിൽ അത് തന്നെ മനോഹരമായ കാലിഗ്രഫിയിൽ എഴുതി പൂർത്തീകരിച്ചിരിക്കുക. ഒരു വിശ്വാസമയത്തോടെ ഖുർആൻ എഴുതുക, മനഃപ്പാടമാക്കൽ തന്നെ 2 മാസം കൊണ്ട് ഓതിത്തീരാൻ തന്നെ ആളുകൾ പ്രയാസപ്പെടുമ്പോഴാണ് വളരെ ശ്രമകരമായ പണി വളരെ മനോഹരമായ കൈയക്ഷരത്തിൽ വളരെ വൃത്തിയിൽ ഭംഗിയിൽ കാലിഗ്രഫി ലിപിയിലായിട്ട് എഴുതി ഖുർആനിൽ 30 ജുസും എഴുതി തീർക്കാവുന്ന വലിയൊരു ശ്രമകരമായ പണിയാണ്. പാണക്കാട് നടന്ന ചടങ്ങിൽ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പ്രകാശനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ തങ്കയത്തെ സി സിദ്ദിഖ് എം ജമീല ദമ്പതികളുടെ മകളാണ്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. നാടിന്റെ ജലസംരക്ഷണത്തിലും ജലലഭ്യതയിലും പ്രധാനമാണ് നീരുറവകൾ. കൊട്ടാരക്കര പെരുങ്കുളത്ത് നാട്ടുകാർ ഇടപെട്ട് ഒരു നീരുറവയ്ക്ക് പുനർജന്മം നൽകിയിരിക്കുകയാണ്. പേരുംകുളം ശിവൻകുന്നിന്റെ ചരുവിലുള്ള പരത്തപ്പാറ കുളമാണ് വീണ്ടെടുത്തത്. ശിവൻകുന്നിന്റെ കോട്ടാത്തല ഏലായുടെ ഭാഗത്തായി വരുന്ന വർഷങ്ങളുടെ ചരിത്രം പേറുന്ന പരത്തപ്പാറ കുളമാണ് നവീകരിച്ചത്. വിപഞ്ചിക ക്ലബിന്റെ പ്രവർത്തകരുടെ സഹായത്തോടെ ജനജാഗ്രതാ സമിതി വീണ്ടെടുത്ത കുളത്തിന് പുനർജന്മമായിരിക്കുകയാണ്. മണ്ണിടിഞ്ഞും മാലിന്യ നിക്ഷേപത്തിലൂടെയും ഈ വലിയ ജലസ്രോതസ് ഓർമ്മയിലേക്ക് മറഞ്ഞുപോയിരുന്നു. 2 ഏലാകളിലെ കൃഷിക്ക് ആവശ്യമായ ജലത്തിന്റെ പ്രധാന സ്രോതസ് കൂടിയാണ് വീണ്ടെടുത്തതെന്ന് നാട്ടുകാർ. ശിവാകുന്ന് സംരക്ഷിക്കപ്പെടുമെന്ന പ്രതിജ്ഞയിലാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളും യുവാക്കളും സ്ത്രീകളും അടക്കമുള്ള എല്ലാ വിഭാഗം ജനങ്ങളും വളരെ സജീവമായി ഈ രംഗത്ത് നിലകൊള്ളുകയാണെന്നുള്ളതാണ് ഈ മാഫിയ സംവിധാനത്തെ ചെറുത്ത് പരാജയപ്പെടുത്താൻ ആവശ്യമായ ജനമനസ്സുകളുടെ കരുത്ത് സജീവമായി വരുന്നു എന്നുള്ളത് തെളിവാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഓരോന്നും തെളിയിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാം. ഒരിക്കലും പറ്റാത്ത നീരുറവ ആയതിനാൽ സമീപത്തെ കൃഷിയിടങ്ങളിലേക്കും ഇവിടെ നിന്ന് ജലമെത്തിക്കാൻ സാധിക്കും. ജനപ്രതിനിധികളുടെ കൂടെ സഹായത്തോടെ പഞ്ചായത്തിൽ നിന്ന് കുളത്തിന്റെ വശങ്ങൾ കെട്ടി സംരക്ഷിക്കാനും തുടർ പ്രവർത്തനങ്ങൾ നടത്താനുമാണ് വിപഞ്ചികയും ജനജാഗ്രത സമിതിയും ലക്ഷ്യമിടുന്നത്. കുളം നവീകരണ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാനെത്തിയ ജനപ്രതിനിധികൾ ഇത് സംബന്ധിച്ചുള്ള ഉറപ്പ് നാട്ടുകാർക്ക് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കി ചെമ്പകപ്പാറയിൽ ഇപ്പോൾ ഒരു പടവലമാണ് ചർച്ചാ വിഷയം. ചെമ്പകപ്പാറ വട്ടം തൊട്ടിയിൽ തോമസിന്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പടവലത്തിലെ കായ്കൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇനി ആ പടവല കാഴ്ചകളിലേക്ക്. സാധാരണ പടവലങ്ങയുടെ വലിപ്പം 1.5 മീറ്ററിൽ താഴെയാണ്. എന്നാൽ ഇടുക്കി ചെമ്പകപ്പാറ വട്ടം തൊട്ടിയിൽ തോമസിന്റെ വീട്ടുമുറ്റത്ത് വിളഞ്ഞ പടവലങ്ങ സ്പെഷ്യലാണ്. 3 മീറ്ററിലധികം നീളമുണ്ട്. ഇപ്പോൾ പാതി വളർച്ചയെ എത്തിയിട്ടുള്ളൂ. കൗതുക കാഴ്ചയായ പടവലങ്ങയുടെ വിശേഷങ്ങൾ വീട്ടുടമ തോമസ് തന്നെ പറയും. മണ്ണാർ താമസിക്കുന്ന കൊച്ച് ഒരു തൈ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ കൃഷിഭവനിൽ നിന്ന് കിട്ടുകയെന്ന് പറയാൻ തൈ കൊണ്ടുവന്ന് തന്ന് ഞാനത് കുഴിച്ചു വെച്ചു. വളർന്നു കഴിഞ്ഞപ്പോൾ സാധാരണ രീതിയിൽ ഒരു 3 അടി 4 അടിയിലുള്ള പടവലേ ഉള്ളൂ. ഇതൊരു 8 അടി 8.5 അടി 9 അടിയൊക്കെയാണ് ഉണ്ടായി വരുന്നത്. അപൂർവമായ കൃഷി ഇത് ഒരിടത്തും അങ്ങനെ കാണാറില്ലാത്തൊരു കൃഷിയാണിത്. നമ്മളിങ്ങനെ പാവല് പയറ് തക്കാളി ഇങ്ങനെ എല്ലാ കൃഷികളും ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിൽ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി അല്പമായിട്ട് ഒരു വരുന്നവരോ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. വിവിധയിനം പച്ചക്കറികൾ നട്ടുപരിപാലിക്കുന്ന തോമസിന്റെ വീട്ടുമുറ്റത്ത് കായ്ച്ചു നിൽക്കുന്ന പടവലം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. തോമസിന് ആകെയുള്ളത് 10 സെന്റ് ഭൂമിയാണ്. അതിൽ വീടുമുണ്ട്. ബാക്കിയുള്ള സ്ഥലത്താണ് പലതരം പച്ചക്കറികൾ കൃഷി ചെയ്തിട്ടുള്ളത്. 10 അടിയോളം വളർച്ചയെത്തിയ പടവലങ്ങ വിൽക്കുവാനും പ്രയാസമാണ്. അതിനാൽ ജൈവ രീതിയിൽ വളർത്തിയെടുത്ത പടവലങ്ങ സമീപത്തെ 10 വീടുകളിൽ സൗജന്യമായി നൽകുവാനാണ് തോമസിന്റെയും ഭാര്യ തങ്കമ്മയുടെയും തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. നാട്ടിൻപുറത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർത്തിയാവുകയാണ്. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു